മീനാക്ഷിയുടെ അച്ഛനായ രവീന്ദ്രനാണ് അപർണയുടെ അച്ഛനെന്ന് അപർണയോടും മഹേന്ദ്രനോടും പറയണമെന്നും, അല്ലെങ്കിൽ ജോൺ സേവ്യറാണ് അപർണയുടെ യഥാർത്ഥ അച്ഛനെന്ന് തനിക്ക് അപർണയോട് തുറന്നു പറയേണ്ടി വരുമെന്നും ഭദ്രയോട് സേവ്യർ. വിഷമവൃത്തത്തിലാകുന്ന ഭദ്ര അതുകൊണ്ട് ഗീതിയെയും കൂട്ടി ഉടൻ തന്നെ അപർണയെയും കുഞ്ഞിനെയും കാണണമെന്ന് പറഞ്ഞ് സേവ്യർ അവിടെ നിന്ന് പോകുന്നു. മീനാക്ഷിക്ക് ബോധം തിരിച്ചു കിട്ടിയ വിവരം അറിയുന്ന സേവ്യർ ശ്രീറാം ചന്ദ്രശേഖർ മീനാക്ഷിയുടെ മൊഴിയെടുക്കുന്നു. ക്ലാസ്സിലേക്ക് പോകുന്നതിനിടയിൽ മോർച്ചറിക്കടുത്ത് വെച്ച് ഒരാൾ തന്നെ ആക്രമിച്ച കാര്യം മീനാക്ഷി ശ്രീറാമിനോട് പറയുന്നു. ഇവരിൽ നിന്നും വീണ്ടും ആക്രമണമുണ്ടാകുമെന്ന് ഭയക്കുന്ന മീനാക്ഷി അവളെ ആശ്വസിപ്പിക്കുന്ന ശ്രീറാം. വളരെ തിരക്ക് പിടിച്ച് മീനാക്ഷിയെ ആക്രമിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് സേവ്യറോട് ട്രീസ. അതിനെ ന്യായീകരിക്കുന്ന സേവ്യർ അപർണയെയും കുഞ്ഞിനെയും കാണാൻ വരുന്ന ഭദ്രയും ഗീതികയും. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 28 എപ്പിസോഡുകൾ മാത്രം. അപ്പോ ദേ അമ്മായി മോള് വന്നിട്ടുണ്ട്. അമ്മയോ? ആ. എന്തിന്? കുഞ്ഞിനെ കാണാൻ. എന്റെ കുഞ്ഞിനെ കാണാൻ? ആ മോളെ വാ, കുഞ്ഞിനെ കാണ്. ചെല്ലേ. ചേച്ചി ചേച്ചി ഞാൻ എടുത്തോട്ടെ? വാവേ വാവേ ദാ വാവേ. അമ്മായി അകത്തേക്ക് വാ അമ്മായി, കുഞ്ഞിനെ ഒന്ന് കാണ്. അമ്മായിയുടെ അപ്പുവിന്റെ സാമ്യമായിട്ടാ എനിക്ക് തോന്നിയത്. പക്ഷെ ട്രീസേച്ചി പറയുന്നത് അവരുടെ വീട്ടുകാരെ പോലെയാണെന്നോ. അമ്മായി പഴയതൊക്കെ ആലോചിച്ച് നിൽക്കാതെ അമ്മായി അകത്തേക്ക് വന്നേ, കുഞ്ഞിനെ ഒന്ന് കാണ്. വാ അമ്മായി വാ. എനിക്ക് നിന്നോടും അപ്പൂനോടുമായി ഒന്ന് സംസാരിക്കണം. നീ അപ്പൂനെയും വിളിച്ചോണ്ട് പുറത്തേക്ക് വരുമോ പ്ലീസ്? അപ്പോ അമ്മായിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. വാ. ജീവിതത്തിൽ ആദ്യമായി ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചൊരു ദിവസമുണ്ട്. നീ എൻ്റെ വയറ്റിൽ വളരുന്നെന്ന് ആദ്യമായി ഞാൻ അറിഞ്ഞ ദിവസം. അന്ന് എൻ്റെ വയറ്റിൽ 1.5 മാസം വളർച്ചയുള്ള നിന്നെയും കൊണ്ട് സ്വയം തീർത്ത് കളയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. മഹേട്ടന്റെ വാക്കുകൾ, മഹേട്ടൻ തന്ന ധൈര്യം എന്നെ പിന്നെയും ജീവിപ്പിച്ചു. പക്ഷേ അന്ന് ആ തീരുമാനം എടുക്കാത്തതിനെ ചൊല്ലി ഞാൻ എന്നെ 1000 വട്ടം പറഞ്ഞ് ശപിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ. നീ തന്നെ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചില്ലേ എന്നെ അങ്ങ് കൊന്നുകളയായിരുന്നില്ലെന്ന്? ഞാൻ ആലോചിച്ചതാ, തീരുമാനിച്ച് ഉറപ്പിച്ചതാ നിന്നെയും കൊന്ന് സ്വയം അങ്ങ് തീരാൻ. പറ്റിയില്ല, നിന്റെ അമ്മയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ടാ ഇപ്പോ ആർക്കും വേണ്ടാത്ത ഒരു ജന്മമായിട്ട് എല്ലാവരും വെറുത്ത് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നേ. ആർക്കും വേണ്ട, ആർക്കും വേണ്ട.
ഭർത്താവിനും വേണ്ട, പെറ്റു വളർത്തിയ മോൾക്കും വേണ്ട. കൊലപാതകി, പിഴച്ചു പെറ്റ സ്ത്രീ. ഇനി ഒന്നും കേൾക്കാൻ ബാക്കിയില്ല. ഒരായുസില് അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ചു. ഇനി ഞാൻ ഇല്ലാണ്ടാകണം. മനസ്സില് ചില സത്യങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പോവാൻ മനസ്സനുവദിക്കുന്നില്ല. മരണത്തിൽ പോലും ഒരു വലിയ തെറ്റിന് വഴിയൊരുക്കുക എന്നൊരു തോന്നൽ. ഭർത്താവും മോളും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചോദിച്ചിട്ടും ഒരു വാക്കും പറയാതെ ഞാൻ പിടിച്ചു നിന്നു. ധൈര്യമില്ലായിരുന്നു. നിഖിൽ, നീ അറിയാൻ വേണ്ടിട്ടാ, നീ അറിയാൻ വേണ്ടി പറയാ. മീനാക്ഷി നീയോ ഒരുമിച്ച് ജീവിക്കുന്നത്. മീനാക്ഷിയുടെ സഹോദരിയാ അപ്പു. അതിന്റെ എല്ലാ അർത്ഥത്തിലും ഈ രണ്ടുപേരുടെ അച്ഛൻ ഒരാളാ, രവീന്ദ്രൻ. അമ്മായിക്കിത് നേരത്തെ പറഞ്ഞൂടായിരുന്നു. എന്തിനാ ഇത്രയും നാളെ മനസ്സിൽ കൊണ്ടുവരണേ? ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ എല്ലാരും ടെൻഷൻ അടിച്ച്. ഇതത്ര വലിയ തെറ്റായിട്ടോ പാപമായിട്ടൊന്നും അമ്മായി കാണണ്ട. ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ലോ. വിവാഹത്തിന് മുമ്പ് പറ്റിയ ഒരു തെറ്റ്. ഇങ്ങനത്തെ ഒരു തെറ്റോ കുറ്റോ ഇല്ലാത്ത എത്ര പേരുണ്ടാവും അമ്മായി? ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ല. അപ്പു മീനാക്ഷിയുടെ ചേച്ചിയെന്നറിയുമ്പോ മനസ്സിനൊരു സന്തോഷമാ. എവിടേക്കൊരു കൂട്ടി ഉറപ്പിക്കൽ. അങ്ങനെ തോന്നുന്നുള്ളൂ. അങ്ങനെ തോന്നിയാൽ മതി. അതാ അതിന്റെ ശരി. നിന്റെ മനസ്സിലും അങ്ങനെ തന്നെ വേണം. ചെയ്തു പോയ തെറ്റുകളെല്ലാം ആലോചിച്ചിരുന്നിട്ടോ കീറി മുറിച്ചിട്ടോ ഒരു ഫലവും ഇല്ല. നമ്മൾ ഇന്നത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ഇനിയുള്ള കാര്യത്തെക്കുറിച്ച്, ആ കുഞ്ഞിനെക്കുറിച്ച്. അത് മതി നമ്മുടെ മനസ്സിൽ. അത് മാത്രം മതി. അല്ലേ അമ്മായി? എനിക്കിതൊരു ശിക്ഷയാണ്. ഈ ഭൂമിയിൽ ഇതുപോലൊരു ശിക്ഷ ഇനി വേറൊരാൾക്കും കിട്ടരുത്. ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന ഇത്രയും ആൾക്കാരിൽ നിന്നും എന്നെ തന്നെ ദൈവം തെരഞ്ഞു പിടിച്ചത് ഇതൊക്കെ അനുഭവിച്ച് തീർത്തു പോവാൻ തന്നെയാ. ഞാനിത് അർഹിക്കുന്നതാ. ആത്മഹത്യ
എനിക്കൊരു രക്ഷപ്പെടില്ല. ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിക്കണം. വെറുതെ നിലത്ത് കിടന്ന് നരകിച്ച് മാറാ രോഗം വന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു പേക്കോലമായി മാറണം. നിന്റെ ചൂടിനെ കൊന്നത് ഞാനല്ലേ? നിങ്ങളെല്ലാവരും ഇന്നീ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണക്കാരി ഞാനാ. ഞാൻ തീരണം. നരകിച്ച് നരകിച്ച് ഞാൻ തീരണം. അമ്മായി എന്തിനെങ്ങനെ സ്വയം ഓരോന്നും പറഞ്ഞ് വിഷമിക്കുന്നേ? എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? അമ്മായി ചെന്ന കുഞ്ഞിനെ എടുത്ത് നെഞ്ചിലേക്കൊന്ന് ചേർത്ത് പിടിക്കും. എന്നിട്ട് അതിന്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. അമ്മായിയുടെ എല്ലാ വിഷമവും മാറും, എല്ലാ സങ്കടവും മാറും. അത്രേ ഉള്ളൂ. ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്തുമാത്രം വിഷമിക്കണം. മീനാക്ഷി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്ക. പറയുന്ന കേൾക്കമ്മായി. ഞാനേ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. അപ്പോ ഇനിയും താമസിച്ചാലേ മീനും ആകെ വരീടാവും. അമ്മായി പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കല്ലേ. ഓരോന്നും പറഞ്ഞു മനസ്സ് വിഷമിപ്പിക്കല്ലേ. കേട്ടല്ലോ അമ്മായി, ഞാൻ ഇറങ്ങാണേ. ചേച്ചി, ദേവിന് ചിരിയുണ്ടോ? ഞാനുമായിട്ട് ഇവന് നല്ല കൂട്ടായി. ദേ നോക്കിയേ. എന്താടാ വാവേ? ചുച്ചോ. ചേച്ചി ശ്രദ്ധിച്ചോ? നമ്മുടെ അമ്മയുടെ അതേ പുരുകവും ചുണ്ടൊക്കെ തന്നെയല്ലേ ഇവന്? നമ്മുടെ അമ്മയുടെ കൂട്ട് തന്നല്ലേ? അമ്മേ, ദേ ഇവന് ചിരിയുണ്ടോ? ആ, നമ്മളിവിടെ വന്നിന്റെ സന്തോഷം അവന്. നോക്കിയേ. ദാ എടുക്കമ്മ, എടുക്ക് എടുക്ക്. സാത്താന്റെ സന്തതി ഇനി ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവരുത്. നിങ്ങൾ ആ സാത്താന്റെ സന്തതിയെ ഈ ഭൂമിയിൽ പരപോലെ വളർത്താൻ പോവുകയാണോ? ആണോ? നിങ്ങളുടെ മകളതറിയുമ്പോ അവളെ ചങ്ക് കത്തി തീർന്നു പോകില്ലേ? ആത്മഹത്യ അല്ലാതെ പിന്നെ അവൾക്ക് വേറെ പരിഹാരമില്ല. അന്നേ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നുള്ളിക്കളയാമായിരുന്ന പാപത്തിന്റെ വിത്ത ഇന്ന് ഈ ഭൂമിയെ വിഴുകാനായി വായും പിളർന്നു വന്നു നിൽക്കുന്നത്. തീർക്കണം, തീർത്തേ പറ്റൂ. അമ്മ,
നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉടക്കി പ്രശ്നമായി. അതിന് സാക്ഷികളുണ്ടാക്കി. ജൂഡിന്റെ അപ്പുവിന്റെ രജിസ്റ്റർ മാരേജ് ഫിക്സ് ചെയ്തത് നീ അറിഞ്ഞില്ലേ? എനിക്കൊന്നും അറിയില്ല. അവളുടെ കസിൻ ഉണ്ടല്ലോ മീനാക്ഷി, അവളുടെ റിസപ്ഷൻ ഡേയിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അറിഞ്ഞപ്പോ നിനക്കെന്ത് തോന്നി? എന്തു തോന്നാൻ? പലതവണ ഞാൻ അവളെ വോൺ ചെയ്തതാ അവൻ കുഴപ്പമാണെന്ന്. അവളായിട്ട് ചെന്ന് അവന്റെ ട്രാപ്പിൽ ചാടുമല്ലായിരുന്നോ? എനിക്ക് സഹതാപം തോന്നി. അല്ലാതെ കൊതിക്കറവൊന്നും തോന്നിയില്ല. സാർ എന്തോ ഈ പറയുന്നേ? വല്ലവന്റെ പെടലിൽ പോയി ചാടുകയാണെങ്കിൽ ചെന്ന് ചാടിക്കോട്ടെ എന്ന്. അവൾ അത്ര വലിയ റെയർ ഐറ്റം ഒന്നും അല്ലല്ലോ. അവളുടെ വിധി. എനിക്ക് അങ്ങനെയാ തോന്നിയത്. നീ കല്യാണ മാറ്റർ ആര് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്? ആരോ പറഞ്ഞതാ. നീ അപ്പുവിനോട് പറഞ്ഞ് വെരിഫൈ ചെയ്യാൻ ശ്രമിച്ചില്ലേ? നല്ല ഫ്രണ്ടിനെ രക്ഷപ്പെടുത്താൻ ഒരു അവസാന ശ്രമം. ഞാൻ വിട്ടുകളഞ്ഞതാ. മോൻ എപ്പോഴാ അവിടെ പോയത്? എവിടെ? ആ റിസപ്ഷൻ ദിവസം മീനാക്ഷിയുടെ വീട്ടിൽ. ഒരു 4 മണിയായി കാണും. എന്നിട്ടപ്പോ തിരിച്ചുപോയി? അത് ഒരു 9 മണിയായി കാണും. അപ്പൊ ആ കറണ്ട് പോയ സമയത്ത് നീ അവിടെ ഇല്ലായിരുന്നു. കറണ്ട് പോയോ? എവിടെ? ചാനൽ ക്യാമറ കാണുമ്പോ വാലുമുറിയും കേട്ടത് പറഞ്ഞു പതപ്പിച്ച് നാട്ടുകാരുടെ തൊള്ളയിലോട്ട് തള്ളുന്നത് പോലെ എന്റെ അടുത്ത് കാണിക്കല്ലേ. സത്യം, അതും മാത്രം മതി എനിക്ക്. അതെന്നെ സാറേ എനിക്കും പറയാനുള്ളത്. ഒരുമാതിരി സാധാരണക്കാരൻ്റെ അടുത്ത് മേയുന്നോലെ എന്നോടും മേയല്ലേ. പത്രക്കാരൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാ അറിയാലോ അല്ലേ? പത്രക്കാരന്റെ ശക്തി കാണിക്കാണോ? നീ എന്ത് ചെയ്യും? എഴുതി നാറ്റിക്കോ അതോ പറഞ്ഞു നാറ്റിക്കോ? വിട്ടുകള സാറേ. എന്താ ഉറങ്ങിയില്ലോ? ഭയങ്കര ക്ഷീണമുണ്ടല്ലോ. നീ വെള്ളം അടിക്കൂ. അത് തെറ്റൊന്നുമല്ലല്ലോ. അന്ന് എത്ര കഴിച്ചു? ആ റിസപ്ഷൻ ദിവസം? അന്ന് കഴിച്ചില്ല. എന്താ? അന്നവിടെ പാട്ടും വെള്ളമൊക്കെ ഒഴുകായിരുന്നല്ലോ. നിന്റെ ഫ്രണ്ട്സൊക്കെ 4 കാലയിലായിരുന്നല്ലോ. എനിക്ക് തോന്നിയില്ല. അതെന്താ നിനക്ക് മാത്രം മദ്യപിക്കാൻ തോന്നാത്തെ? തോന്നിയില്ല. മദ്യപിക്കാതെ ബോധത്തോടെ നിന്നാലേ കയ്യുറപ്പോടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അങ്ങനെ നീ വിചാരിച്ചു? സാർ എന്തോ പറയുന്നേ? രാവിലെ തൊട്ട് എന്നെ ഇവിടെ പിടിച്ചിരുത്തിരിക്കല്ലേ. ജൂഡിനോട് അന്ന് രാത്രി നീ സംസാരിച്ചില്ലേ? സംസാരിച്ചു കാണും. കാണുമെന്നല്ല, നീ സംസാരിച്ചു. അതിന്റെ വീഡിയോ വിഷ്വൽസ് ഞാൻ കാണിച്ചാലോ? അപ്പൊ സംസാരിച്ചിരിക്കും. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉടക്കി പ്രശ്നമായി. അതിന് സാക്ഷികളുണ്ടാക്കി. പ്രശ്നമായെന്ന് സാറങ്ങ് പറഞ്ഞാൽ മതിയോ? രാവിലെ തൊട്ട് എന്നോട് പിടിച്ചിരുത്തിട്ട് സാറിന് പറയാനോട് എന്റെ വായിലോട്ട് തള്ളല്ലേ. ഞാൻ പോവാ. ഒന്നും മോനെ, നിന്റെ ഈ ജയിൽസം ചാടാ അടിച്ച് പൊടിച്ച് ഞാൻ ബ്രേക്ക് ന്യൂസ് ആയിക്കളയും. രാവിലെ തൊട്ട് എന്നോട് പിടിച്ചിരുത്തിട്ട് സാറിന് പറയാനോട് എന്റെ വായിലോട്ട് തള്ളല്ലേ. ഞാൻ പോവാ. നീ ആരടാ? ആരടാ മുള കാണിക്കുന്നത്? ഞാൻ ഇവിടെ നടന്ന് പ്രസ് ക്ലബിൽ വല്ലതും അറിഞ്ഞാലേ സാറിന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല.
പത്രക്കാർ വന്ന് വളയും, നിർത്തി പൊരിച്ചളയും. എന്നെയോ? ഒന്നും മോനെ, നിന്റെ ഈ ജയിൽ സഞ്ചാടാ അടിച്ച് പൊടിച്ച് ഞാൻ ബ്രേക്ക് ന്യൂസ് ആയിക്കളയും. വേറൊരു സ്ട്രോളിംഗ് ന്യൂസ് ആയിട്ട് നിനക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. പോയി ഗ്ലാസ് ഇറ, പോയി ഗ്ലാസ് എടുക്കടാ. പോയി എടുക്കടാ. ഗ്ലാസ് എടുക്കാനല്ലേ പറഞ്ഞേ? എടുക്കടാ ഗ്ലാസ്, എടുക്കടാ. എടുക്കാൻ. സുരേഷേ, ഇവന്റെ അച്ഛൻ വലിയ ഗാന്ധിനായിരുന്നു. ഖദർ മാത്രമേ ധരിക്കൂ. മാതൃകാ അധ്യാപകൻ. നടക്കടാ അങ്ങോട്ട്. ആ ഇരി ഇരി. മോനെ കഷ്ടപ്പെട്ട് LLBക്ക് പഠിപ്പിച്ചു. മകന് ജുഡീഷ്യറിയേക്കാൾ താല്പര്യം പത്രപ്രവർത്തനത്തിലായിരുന്നു. ഈ സാത്വികരായ അച്ഛന്റെ മകൻ ഇങ്ങനെയൊന്നുമല്ലല്ലോ ആകേണ്ടത്. മര്യാദയ്ക്കിരടാ. മഹാത്മാഗാന്ധിക്ക് ഇങ്ങനെടാ ഹിറ്റ്ലർ മോനാണ് ജനിക്കുന്നത്. ഇങ്ങോട്ട് നോക്കടാ. നീ എന്തോന്ന് ആത്മാർത്ഥമുള്ള ഫ്രണ്ടാണ്. ജൂഡ് ഇത്ര ഫ്രോഡാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ചെന്ന് അവളെ ഏത് വിധനെയും കൺവിൻസ് ചെയ്യിക്കണ്ടേ? ഏത് വിധനെ കല്യാണം മുടക്കണ്ടേ? അച്ഛനോടും അമ്മയോടും പോയി കാര്യം പ്രസന്റ് ചെയ്യണ്ടേ? ഇതൊരുമാതിരി വഴുവിഴാന്ന് പറഞ്ഞതുപോലെ. പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞു, പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല. അവളുടെ ജീവിതത്തോട് അവൾക്കില്ലാത്ത ആത്മാർത്ഥത എന്തിനാ സാറേ എനിക്ക്? ഞാനത് വിട്ടു. അന്ന് ആ റിസപ്ഷൻ ഡേയിൽ വേറെന്തെങ്കിലും അസ്വാഭാവികമായിട്ട് നിനക്ക് തോന്നിയോ? എനിക്ക് വേറെ അഡ്വക്കേറ്റ് ട്രീസ സേവ്യറെ നീ എന്നവിടെ കണ്ടിരുന്നു സർ. എന്ത് ചെയ്യായിരുന്നു? അവരവിടെ അപ്പുവിന്റെ കൂടെ ചുറ്റിപ്പറ്റി നിന്ന് സംസാരിക്കായിരുന്നു. പിന്നെ മറ്റവൻ ആ പൊടിക്കേസില്ലേ, കർണാടക പോലീസ് ഇവിടേക്ക് സാർ ഇടയ്ക്ക് പിടിച്ച് അകത്തിട്ടില്ലേ, മറ്റവൻ ആ ബാംഗ്ലൂർ മലയാളി വിശാഖ് സുബ്രഹ്മണ്യം. ആ, അവനും ട്രീസയും അപ്പുവും കൂടി അവിടെ സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പു അവനോട് സംസാരിച്ചോ? ആ, സംസാരിച്ചു സർ. അപ്പോ ഞാൻ വിചാരിക്കുകയും ചെയ്തു, എന്നെ അവള് കണ്ടിട്ടും അത്ര മൈൻഡ് ചെയ്തിരുന്നില്ല. ഈ ജൂഡിന്റെ കാര്യം ഞാൻ വീണ്ടും എടുത്തിടുമെന്ന് ഓർത്തിട്ട് അവൾ ഒഴിഞ്ഞു മാറിയതായിരിക്കും. പക്ഷേ അവനോട് അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ജൂഡോ? അവൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പെർഫോമൻസ് ആയിരുന്നു. അപ്പോ ഈ വിശാഖിന്റെ മൂവ്മെന്റ്സ് പിന്നെ നീ ശ്രദ്ധിച്ചായിരുന്നു? അത് സാർ അവനൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ കൂടെയായിരുന്നു. ഇടയ്ക്ക് അവൻ പുറത്തു പോയി ഒരു ബ്രീഫ് കേസ് എടുത്തോണ്ട് വന്നു. അതാരോ കൊടുത്തയച്ചാണെന്ന് തോന്നുന്നു. അതുമായിട്ട് ആ വീട്ടിനകത്തേക്ക് പോകുന്ന കണ്ടു. അപ്പൊ വേറെ ആരെങ്കിലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ആരെങ്കിലും അവൻ പോകുന്ന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു? സാർ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല സർ. എന്നിട്ട് സർ വേറൊന്നും ഓർമ്മയില്ല സർ. ഞാൻ അപ്പുവിനെ വാച്ച് ചെയ്ത സമയം അവൻ അപ്പുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നോണ്ടാണ് ഞാൻ അവനെ ശ്രദ്ധിച്ചത് തന്നെ. ഈ ജൂഡുമായിട്ട് നീ സംസാരിച്ച കാര്യം എന്താ സാർ? അത് പറയടാ. സാർ അവൻ ആ പാർട്ടിക്കിടയിൽ വന്ന് എന്തോ പറയായിരുന്നു. ഞാനത് ഓർക്കുന്നില്ല സർ. പൊന്നു മോനെ, നീ വലിയ പരിശുദ്ധനാവാൻ നോക്കല്ലേ. നീ ജൂനോട് സംസാരിച്ചത് എന്താ? എത്ര നേരം സംസാരിച്ചു? എല്ലാം അറിഞ്ഞിട്ട് തന്നെ എന്റെ ചോദ്യം.